ഇതാ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സുപ്രധാന വാർത്ത. ഹരിയാനയിൽ BJP നിലം തൊടില്ലെന്ന് ഇത് പറയുന്നത് കർഷകരാണ്. ഹരിയാനയിലെ പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളികളുടെ ദേശമാണ് ജിന്ദ്. ജിന്ദ് ദേശീയപാതയിലെ ഗഡ്ഗഡ് ടോൾ പ്ലാസ 1 വർഷത്തോളം കർഷക പ്രക്ഷോഭകാരികൾ കൈയടക്കി. ടോൾ സൗജന്യമാക്കി. ഇത് കർഷക സമര ചരിത്രത്തിലെ ഒരു അധ്യായം മാത്രം. ജിന്ദ് ജില്ലയിലെ മുഴുവൻ കർഷകരും ചേർന്ന് നടത്തിയ കർഷക മഹാപഞ്ചായത്തിൽ വെച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. എല്ലാ വിളകൾക്കും താങ്ങുവില നിയമപരമായി ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് 2011 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കത്തെഴുതിയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിക്ക് അയച്ച അതേ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിൽ മോദി പരാജയപ്പെട്ടുവെന്ന് കർഷക നേതാക്കൾ പറയുന്നു. മോദി മുൻപ് പറഞ്ഞതെല്ലാം മറക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ 2020-21 കർഷകരുടെ പ്രതിഷേധത്തിൽ 833 കർഷകർ ജീവൻ വെടിഞ്ഞു. 33 കർഷകർ പ്രക്ഷോഭത്തിനിടെ മരണപ്പെട്ടു. ഞങ്ങളുടെ സമരം MP-മാരോ MLA-മാരോ ആക്കാനല്ല, കർഷകരുടെയും തൊഴിലാളികളുടെയും ഭാവി സംരക്ഷിക്കാനാണ്. ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാനാണ് കർഷക സമൂഹം ആവശ്യപ്പെടുന്നത്. കർഷക സമൂഹത്തെ നാശത്തിലേക്ക് നയിച്ച WTO-യുടെയും ലോകബാങ്കിൻ്റെയും നയങ്ങളാണ് മോദി പിന്തുടരുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ഹരിയാനയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കർഷകരും ഫാഷിസ്റ്റ് ഭരണകൂടവും തമ്മിലാണ്. ഹരിയാനയിലെ ജുലാന നിയമസഭാ സീറ്റിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. കർഷകരെ ചേർത്തുപിടിച്ചാണ് ഇത്തവണ ഹരിയാന കളത്തിലിറങ്ങുന്നത്.